കുഞ്ഞാലിക്കുട്ടിക്ക് പിണറായി വിജയന്റെ മറുപടി. ബിജെപിയുടെയും സംഘപരിവാറിന്റെയും വർഗീയതയെ നേരിടാൻ കോൺഗ്രസിനെ കൂട്ടുപിടിക്കേണ്ട ആവശ്യം സിപിഐഎമ്മിനില്ലെന്ന് പിണറായി വിജയൻ. കോൺഗ്രസിന്റെ വർഗീയ മനോഭാവത്തോട് ലീഗിന് നിസ്സംഗ സമീപനമാണെന്നും പിണറായി. അതേസമയം ബാബു അഴിമതി നടത്തിയത് ബാബുവിനു വേണ്ടി മാത്രമല്ല, ബാർകോഴ കേസിൽ വിജിലൻസ് ചുമതലയുള്ള രമേശ് ചെന്നിത്തലയും മുഖ്യമന്ത്രിയും രാജിവെക്കണമെന്നും പിണറായി പറഞ്ഞു. നവകേരള മാർച്ചിന്റെ മലപ്പുറം പര്യടനത്തിനിടെ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബാബുവിനെതിരായ കോടതി പരാമർശങ്ങൾ ഉമ്മൻചാണ്ടിക്കും ബാധകമാണെന്ന് പിണറായി പറഞ്ഞു. ബാബു അഴിമതി കാണിക്കുന്നത് ഉമ്മൻചാണ്ടിക്ക് കൂടി വേണ്ടിയാണ്. ഉമ്മൻചാണ്ടി ഉടൻ സ്ഥാനമൊഴിയണം. തുടക്കം മുതൽ വിജിലൻസ് കേസ് അട്ടിമറിക്കാനാണ് ശ്രമിച്ചത്. വിജിലൻസ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയായി തുടരാനുള്ള അർഹത രമേശ് ചെന്നിത്തലയ്ക്ക് നഷ്ടപ്പെട്ടു. ബാബുവിന്റെ രാജി കൊണ്ട് മാത്രം ഇത് അവസാനിക്കുന്നില്ല. വിജിലൻസ് കൈകാര്യം ചെയ്യുന്ന രമേശ് ചെന്നിത്തലയുണ്ട്. വിജിലൻസിനെതിരെ ശക്തമായ പരാമർശങ്ങളാണ് ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ളത്. അപ്പോൾ യഥാർത്ഥത്തിൽ രമേശ് ചെന്നിത്തലയ്ക്ക് വിജിലൻസ് വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയായിട്ടിരിക്കാനുള്ള അർഹത നഷ്ടപ്പെട്ടിരിക്കുകയാണ്. നവകേരള മാർച്ചിനെതിരെയുള്ള കുഞ്ഞാലിക്കുട്ടിയുടെ ലേഖനം തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമമാണെന്ന് പിണറായി പറഞ്ഞു. ലീഗ് അണികളുടെ എതിർപ്പ് മറികടക്കാൻ മാർക്സിസ്റ്റ് വിരോധത്തിന്റെ പഴയ അജണ്ട ലീഗ് പുറത്തെടുക്കുകയാണെന്നും പിണറായി ആരോപിച്ചു. വെള്ളാപ്പള്ളി നടേശൻ RSSുമായി കൂട്ടുകൂടിയ ഘട്ടം, RSSന്റെ അജണ്ട അനുസരിച്ച് പ്രവർത്തിച്ച ഘട്ടം, RSSനെ ശക്തിപ്പെടുത്തലായിരുന്നല്ലോ അവരുടെ ശ്രമം. നമ്മുടെ സമൂഹത്തിന് മുന്നിൽ കാര്യങ്ങൾ ശരിയായ രീതിയിൽ അവതരിപ്പിക്കണ്ടേ? ഉമ്മൻചാണ്ടി ശബ്ദിച്ചോ? ലീഗിൻ്റെ നാക്കനങ്ങിയോ? ഈ ഘട്ടത്തിലെല്ലാം ഞങ്ങളുടെ നാക്ക് അനങ്ങിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. ഞങ്ങളൊരു ഘട്ടത്തിലും നിശബ്ദത പാലിച്ചിട്ടില്ല. ഞങ്ങൾ വർഗീയതയുമായി ബന്ധപ്പെട്ട പ്രശ്നം വരുമ്പോൾ 4 വോട്ടിനെ കുറിച്ചല്ല ചിന്തിക്കാറ്. ഉറച്ച നിലപാട് ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. മലപ്പുറത്തു നിന്നും സാലി മുഹമ്മദ്. കോഴ വാങ്ങിയ കെ ബാബു മറ്റുള്ളവരെ ചെളിവാരി എറിയുകയാണെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. 10 കോടി വാങ്ങിയതിനെക്കുറിച്ച് ബാബു മിണ്ടാത്തത് എന്താണെന്നും കോടിയേരി ചോദിച്ചു. അതിപ്പോൾ ബാബു ഇപ്പോൾ കേസിൽപ്പെട്ടതോടുകൂടി എല്ലാവരുടെ മേത്തും ചളിവാരി എറിയാന്നുള്ളതാണ് ബാബു ഇന്നലെ മുതൽ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന പുതിയൊരു പരിപാടി. എല്ലാവരും അദ്ദേഹത്തെ പോലെയാണെന്ന് സ്ഥാപിക്കാനാണ് ബാബു ഇപ്പോൾ വെപ്രാളപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പിണറായി വിജയൻ ഇപ്പോൾ ഒരു കേസിലും പ്രതിയല്ല. ലാവ്ലിൻ കേസിൽ CBI തെറ്റായിട്ട് ഉൾപ്പെടുത്തിയ പിണറായി വിജയനെ ആ കേസ് FIR പോലും നിലനിൽക്കുന്നതല്ല. ബാബു സ്വയം അദ്ദേഹം ചെയ്തിട്ടുള്ള ഈ അഴിമതി അത് മറച്ചു പിടിക്കാൻ വേണ്ടി നടത്തുന്നൊരു വെപ്രാള പ്രകടനത്തിലാണ് ഇപ്പോൾ അദ്ദേഹം ഏർപ്പെട്ടിട്ടുള്ളത്. കയ്യോടെ പിടിക്കപ്പെട്ടപ്പോൾ ആ കള്ളന്മാർ ചെയ്യുന്ന ഒരു പരിപാടിയാണ്. എല്ലാവരും ചുറ്റുപാട് നിൽക്കുന്നവരെല്ലാം കള്ളന്മാരാണെന്ന് സ്ഥാപിക്കാൻ നടക്കുന്ന ഒരു പ്രചരണ തന്ത്രവുമുണ്ട്. ടൈറ്റാനിയം കേസിൽ ഉമ്മൻചാണ്ടിയെ 1-ാം പ്രതിയാക്കി കേസ് രജിസ്റ്റർ ചെയ്യണമെന്ന് VS അച്യുതാനന്ദൻ. വിജിലൻസ് ഡയറക്ടർക്ക് VS കത്തയച്ചു. ഹൈക്കോടതി ഉത്തരവുണ്ടായിട്ടും വിജിലൻസ് നടപടിയെടുക്കുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടി കോടതിയെ സമീപിക്കുമെന്നും VS അറിയിച്ചു. ബാർകോഴ കേസിൽ വീണ്ടും വിജിലൻസിന്റെ ഒത്തുകളി. മുഖ്യമന്ത്രിക്കെതിരെ അന്വേഷണം ആവശ്യപ്പെട്ട് നൽകിയ പരാതി വിജിലൻസ് പൂഴ്ത്തി. മുഖ്യമന്ത്രിക്കെതിരായ പരാതി 1 വർഷം മുൻപ് SP R സുകേശൻ കൈപ്പറ്റിയെന്ന് വിവരാവകാശ രേഖ. ഹർജിക്കാരന്റെ മൊഴി പോലും എടുക്കാതെ വിജിലൻസ് ഒത്തുകളിക്കുന്നു. KM മാണിയെയും K ബാബുവിനെയും വീഴ്ത്തിയത് ലളിതകുമാരി കേസിലെ സുപ്രീം കോടതി പുറപ്പെടുവിച്ച വിധിവാക്യങ്ങളായിരുന്നു. ഒരു പരാതി ലഭിച്ചാൽ ആദ്യം ക്വിക്ക് വെരിഫിക്കേഷൻ നടത്തണമെന്നും പരാതിയിൽ കഴമ്പുണ്ടെന്ന് കണ്ടാൽ ഉടനടി FIR രജിസ്റ്റർ ചെയ്യണമെന്നുമാണ് സുപ്രീം കോടതി ഉത്തരവിലൂടെ വ്യക്തമാക്കിയത്. അന്വേഷണ കാലാവധി യാതൊരു കാരണവശാലും 42 ദിവസത്തിനപ്പുറം പോകരുതെന്നും വിധിവാചകത്തിലുണ്ട്. ഇനി ഇത് ശ്രദ്ധിക്കുക. മന്ത്രിമാർക്ക് കോഴ നൽകിയ കാര്യം മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്ന് ബിജു രമേശ് ചാനൽ ചർച്ചയിലൂടെ പറഞ്ഞതിനെ തുടർന്നാണ് പൊതുപ്രവർത്തകൻ PK രാജു വിജിലൻസ് ഡയറക്ടർക്ക് രേഖാമൂലം പരാതി നൽകിയത്. 2014 ഡിസംബർ 20 നൽകിയ പരാതിയിൽ നാളിതുവരെ പരാതിക്കാരന്റെ മൊഴിയെടുത്തിട്ടില്ല. വിജിലൻസ് ഡയറക്ടറേറ്റിൽ നിന്നും ലഭിച്ച വിവരാവകാശ പ്രകാരം PK രാജുവിന്റെ പരാതി അന്വേഷിക്കുന്നതിനായി SP R സുകേശന് 2014 ഡിസംബർ 30 തന്നെ കൈമാറിയതായിട്ടാണ് വെളിവാകുന്നത്. മുഖ്യമന്ത്രിക്കെതിരെ പ്രാഥമിക അന്വേഷണം നടത്തിയെങ്കിലും FIR രജിസ്റ്റർ ചെയ്തിട്ടില്ലെന്നും വിവരാവകാശത്തിൽ പറയുന്നു. മുഖ്യമന്ത്രിക്കെതിരായ പരാതി ലഭിച്ചിട്ട് അന്വേഷണത്തിലൂടെ അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കുകയോ അതല്ലെങ്കിൽ പ്രതി ചേർക്കുകയോ ചെയ്യാതെ അന്വേഷണം നീട്ടിക്കൊണ്ടുപോകുന്നത് വിജിലൻസ് സ്വീകരിക്കുന്ന മറ്റൊരു കള്ളക്കളിയാണ്. S ജീവൻകുമാർ, തിരുവനന്തപുരം.
കെ ബാബുവിന്റെ രാജി കോൺഗ്രസിനുള്ളിലെ ഗ്രൂപ്പ് പോര് രൂക്ഷമാകുന്നു. വിജിലൻസിന്റെ വീഴ്ചയാണ് കോടതിയുടെ രൂക്ഷ വിമർശനത്തിന് ഇടയാക്കിയതെന്ന് എ ഗ്രൂപ്പ് വിലയിരുത്തുന്നു. ബാബുവിന്റെ രാജി മുതലെടുത്ത് ഉമ്മൻചാണ്ടിക്കെതിരെ കരുനീക്കങ്ങൾ ശക്തമാക്കാനാണ് KPCC അധ്യക്ഷൻ VM സുധീരനും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും ലക്ഷ്യം വെക്കുന്നത്. സർക്കാരിനെതിരെ തുടർച്ചയായി കോടതികളിൽ നിന്നുണ്ടാകുന്ന വിമർശനങ്ങൾ തെരഞ്ഞെടുപ്പിൽ വൻ തിരിച്ചടിയുണ്ടാക്കുമെന്നും കോൺഗ്രസിലെ വലിയൊരു വിഭാഗം വിലയിരുത്തുന്നുണ്ട്. അരുവിക്കര ഉപതെരഞ്ഞെടുപ്പിലെ വിജയത്തോടെ തുടർഭരണം ലഭിക്കുമെന്ന പ്രതീതി ജനിപ്പിക്കാൻ UDFന് കഴിഞ്ഞിരുന്നു. എന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തോൽവി നേതൃത്വത്തിന് വൻ തിരിച്ചടിയുമായി. തൊലിപ്പുറത്തെ ചികിത്സ പോരെന്നായിരുന്നു തോൽവിയെ തുടർന്നുള്ള ആഭ്യന്തരമന്ത്രിയുടെ പ്രതികരണം. മുഖ്യമന്ത്രിയുടെയും സർക്കാരിന്റെയും വീഴ്ചകൾ ചൂണ്ടിക്കാട്ടി ചെന്നിത്തല ഹൈക്കമാൻഡിന് കത്തയക്കുകയും ചെയ്തു. ഇതേ ചൊല്ലിയുള്ള വിവാദം അവസാനിപ്പിക്കാൻ മുഖ്യമന്ത്രിയും KPCC അധ്യക്ഷനും ആഭ്യന്തരമന്ത്രിയും ഒന്നിച്ച് വാർത്താസമ്മേളനവും നടത്തി. ഹൈക്കമാൻഡിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു ഇത്. എന്നാൽ കാര്യങ്ങൾ മാറിമറിഞ്ഞിരിക്കുകയാണ് കെ ബാബുവിന്റെ രാജിയോടെ. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ വിശ്വസ്തനായ കെ ബാബു രാജിവെച്ചതോടെ കോൺഗ്രസിനുള്ളിൽ ഗ്രൂപ്പ് പോര് രൂക്ഷമാക്കും. തുടർച്ചയായി സർക്കാരിനെതിരെ കോടതികളിൽ നിന്ന് വിമർശനമുണ്ടാകുന്നതിൽ KPCC അധ്യക്ഷൻ VM സുധീരൻ അസംതൃപ്തനാണ്. തെരഞ്ഞെടുപ്പിൽ ഇത് UDFന് വൻ തിരിച്ചടിയുണ്ടാക്കുമെന്നും അദ്ദേഹം കണക്കുകൂട്ടുന്നു. ഉമ്മൻചാണ്ടിക്കെതിരെ AK ആന്റണിയുടെ പിന്തുണയോടെ കരുക്കൾ നീക്കാൻ സുധീരൻ തയ്യാറെടുക്കുകയാണ്. സംസ്ഥാനത്തെ സാഹചര്യം സുധീരൻ ഉടൻ ഹൈക്കമാൻഡിനെ ധരിപ്പിക്കുമെന്നും സൂചനയുണ്ട്. കെ ബാബുവിന്റെ രാജി മുൻനിർത്തി ഉമ്മൻചാണ്ടിക്കെതിരെ കരുനീക്കം നടത്താനാണ് രമേശ് ചെന്നിത്തലയും ലക്ഷ്യം വെക്കുന്നത്. ടൈറ്റാനിയം കേസിൽ ഉമ്മൻചാണ്ടിക്കെതിരെ അന്വേഷണം തുടരാനുള്ള ഹൈക്കോടതി വിധി ആയുധമാക്കാനാണ് ഐ ഗ്രൂപ്പ് ലക്ഷ്യം വെക്കുന്നത്. അതേസമയം കോടതി വിധി വന്ന ഉടൻ കെ ബാബു രാജിവെച്ചുവെന്ന ആദർശ പരിവേഷം നൽകി മുഖം രക്ഷിക്കാനുള്ള നീക്കമാണ് എ ഗ്രൂപ്പ് നടത്തുന്നത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. മന്ത്രിസ്ഥാനം രാജിവെച്ചതിന് ശേഷം കെ ബാബുവും KPCC പ്രസിഡന്റ് VM സുധീരനും തമ്മിൽ കണ്ടുമുട്ടി. കേന്ദ്ര സർക്കാരിന്റെ അസഹിഷ്ണുതയ്ക്കെതിരെ സംഘടിപ്പിച്ച കൂട്ടായ്മയായിരുന്നു വേദി. എന്നാൽ കോൺഗ്രസിൽ ആസന്നമായ പരസ്യ പോരിന്റെ ചിത്രങ്ങളാണ് കൂട്ടായ്മ തന്നത്. VM സുധീരൻ നയിക്കുന്ന ജാഥ കൊച്ചിയിലെത്തുമ്പോൾ ഞായറാഴ്ച വൈകിട്ട് ഗാന്ധി പ്രതിമയ്ക്ക് സമീപം സഹന സമരമെന്ന പേരിൽ കൂട്ടായ്മ നടത്താനായിരുന്നു ആദ്യം തീരുമാനിച്ചത്. എന്നാൽ രാജ്യത്തുള്ളതിനേക്കാൾ അസഹിഷ്ണുത ഇപ്പോൾ പാർട്ടിക്കുള്ളിൽ തന്നെ നിറയുന്നതിനാൽ അത് ജനകീയ കൂട്ടായ്മ എന്നാക്കി. സുധീരനും സംഘവും പരിപാടിക്ക് നേരത്തെ എത്തിയെങ്കിലും ജില്ലയിലെ എ ഗ്രൂപ്പ് പ്രമുഖരും MLA-മാരുമായ ബെന്നി ബെഹനാൻ, ഡൊമിനിക് പ്രസന്റേഷൻ എന്നിവരടക്കം വരാൻ വൈകി. കെ ബാബു എത്തിയപ്പോൾ എല്ലാ കണ്ണുകളും അങ്ങോട്ടായി. പലരും പ്രസംഗിച്ചു. ഇക്കൂട്ടത്തിൽ KPCC പ്രസിഡന്റ് ഉദ്ഘാടനവും നടത്തി. എന്നാൽ പലരും പല ലോകത്തായിരുന്നു. ഡൊമിനിക് മൊബൈലിൽ മുഖമൊളിപ്പിച്ചപ്പോൾ ബെന്നി ബെഹനാൻ വിദൂരതയിലേക്ക് നോക്കിയിരുന്നു. നിഷ്കാസിതന്റെ നിസ്സഹായത ഒളിപ്പിക്കാനാകാതെ കെ ബാബുവും. ഇവരിലേക്കെല്ലാം ഒരു നോട്ടം പോലും പകരാതെ സുധീരൻ. ഇടയ്ക്ക് എല്ലാവരെയും ഒരുപോലെ പരിസരബോധത്തിലേക്ക് എത്തിച്ചത് ശിവക്ഷേത്രത്തിലെ വെടിശബ്ദം മാത്രം. ശ്മശാനമൂകത ഓളം വെട്ടുന്നതിനിടെ കെ ബാബുവിന് ഒരു ഫോൺ കോൾ എത്തി. മന്ത്രിസ്ഥാനം രാജിവെക്കാൻ KPCC പ്രസിഡന്റിനോട് പറയേണ്ടതില്ലെന്ന് നേരത്തെ പറഞ്ഞ കെ ബാബു പക്ഷേ യോഗവേദിയിൽ നിന്ന് പോകാൻ പ്രസിഡന്റിനോട് വിനയാന്വിതനായി അനുവാദം തേടി. ബാബു പോയിക്കഴിഞ്ഞപ്പോൾ കൂട്ടായ്മയ്ക്ക് ഐക്യദാർഢ്യവുമായി നടൻ സിദ്ദിഖെത്തി. VM സുധീരനോടുള്ള തൻ്റെ ബന്ധവും കോൺഗ്രസിനോടുള്ള വിശ്വാസവും പ്രഖ്യാപിച്ച സിദ്ദിഖിന് ഗ്രൂപ്പ് ഭേദമില്ലാതെ കയ്യടി കിട്ടി. ആരുടെയെങ്കിലും പ്രസംഗത്തിന് കയ്യടിച്ചല്ലോ എന്ന സന്തോഷത്തിൽ സംഘാടകരും മടങ്ങി. ക്യാമറമാൻ മുഹമ്മദ് ഇർഫാനോടൊപ്പം ടാനിപ്പോൾ, കൊച്ചി. കേസുകളിൽ പെടുന്ന CPIM പ്രവർത്തകർക്ക് ജാമ്യം ലഭിക്കാതിരിക്കാൻ പ്രോസിക്യൂഷൻ ഡയറക്ടർ ഇടപെട്ടുവെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. CPIM പ്രവർത്തകർ കൊല്ലപ്പെടുന്ന കേസിൽ ഗൂഢാലോചന കുറ്റം ചുമത്തുന്നില്ല എന്നും കോടിയേരി ബാലകൃഷ്ണൻ പ്രതികരിച്ചു. സാധാരണ UAPയെ ചേർത്ത് കഴിഞ്ഞാൽ കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടാറില്ല. എന്നാൽ ഹൈക്കോടതിയിലുള്ള ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ അസഫ് അലിയും RSS നേതൃത്വം തമ്മിൽ നടത്തുന്ന ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഈ RSS പ്രതികൾക്ക് കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടിയത്. കോൺഗ്രസ് നേതാവായിട്ടുള്ള അസഫ് അലി RSSുമായി ചേർന്ന് നടത്തുന്ന ഒത്തുകളിയുടെ ഭാഗമാണ് ഈ കേസിലുള്ള 2 കേസിൽപ്പെട്ട ആളുകൾക്കും UAPA ഉണ്ടായിട്ടും കോടതി ജാമ്യം. ആവേശത്തിരയിളക്കി നവകേരള മാർച്ചിന്റെ മലപ്പുറം ജില്ലയിലെ പര്യടനം പുരോഗമിക്കുകയാണ്. താനൂർ, തിരൂർ, എരമംഗലം, എടപ്പാൾ എന്നിവിടങ്ങളിൽ ഇന്ന് ജാഥയ്ക്ക് സ്വീകരണം നൽകി. ജനങ്ങളാണ് രാജ്യത്തെ ചരിത്രം നിർമ്മിക്കുന്നത്. ഈ രാജ്യത്തെ കാര്യങ്ങൾ നടക്കണമെന്നുണ്ടെങ്കിൽ ജനങ്ങൾ സംഘടിക്കണം. ചരിത്രം ഒരു ഓർമ്മപ്പെടുത്തലാണ്. ഒപ്പം
ഭാവിയിലേക്കുള്ള ഒരു തിരുത്തൽ രേഖയും. പുതിയ ചിന്ത, പുതിയ കർമ്മം, പുതിയ കേരളം. പങ്കെടുക്കൂ, അണിചേരൂ ഈ ബഹുജന മുന്നേറ്റത്തിൽ. മലപ്പുറം ജില്ലയിലെ 2ാം ദിവസത്തെ പര്യടനത്തിൽ ആദ്യ സ്വീകരണ കേന്ദ്രം താനൂരായിരുന്നു. കത്തിക്കാളിയ വെയിലിനെ വകവയ്ക്കാതെ എത്തിയ ആയിരങ്ങൾ താനൂരിൽ ചെങ്കടൽ തീർത്തു. സമ്മേളനവേദിക്ക് ഏതാനും വാരയകലെ മണ്ഡലം ഭാരവാഹികൾ ചേർന്ന് പിണറായിയെ വരവേറ്റു. ചുവപ്പ് സേനയുടെ അകമ്പടിയിൽ പിണറായി തുറന്ന വാഹനത്തിൽ വേദിയിലേക്ക്. നിറഞ്ഞ സദസ്സ്. മതന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെടുന്ന സ്ത്രീകളുടെയും കുട്ടികളുടെയും പതിവിലധികം സാന്നിധ്യം ശ്രദ്ധിക്കപ്പെട്ടു. ബാർക്കോഴയും ബാബുവിന്റെ രാജി മുതൽ മതനിരപേക്ഷതയും വികസനം വരെ പ്രതിപാദിക്കുന്ന പ്രസംഗം. നിരവധി മേഖലകളുണ്ട്. ഈ തകർച്ചയിൽ നിന്ന് നമ്മുടെ നാടിനെ രക്ഷിക്കാനാകുമോ? തീർച്ചയായും രക്ഷിക്കാനാകും. രക്ഷിക്കാൻ അത്തരമൊരു പുനർനിർമ്മാണം നമ്മുടെ സംസ്ഥാനത്തിൻ്റെ കാര്യത്തിൽ നടത്താൻ നാം എല്ലാവരും ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങേണ്ടതുണ്ട്. അടുത്ത സ്വീകരണ കേന്ദ്രമായ തുഞ്ചന്റെ മണ്ണിലെത്തിയപ്പോൾ ആവേശം 10 മടങ്ങായി. തിരൂർ നൽകിയത് വീരോചിത വരവേൽപ്പാണ്. തുടർന്ന് പൊന്നാനി മണ്ഡലത്തിന്റെ ഭാഗമായ എരമംഗലത്തേക്ക്. സമാപനം തവനൂർ മണ്ഡലത്തിന്റെ ഭാഗമായ എടപ്പാളിൽ. ഇശലുകൾ തേന്മഴ പെയ്യുന്ന മണ്ണിൽ ഒരുമയുടെ സ്നേഹഗീതം പാടി അങ്ങനെ 2ാം നാൾ നവകേരള മാർച്ച് പര്യടനം പൂർത്തിയാക്കി. മലപ്പുറത്തിന്റെ മണ്ണിൽ പുതിയ ചരിത്രമെഴുതി. മലപ്പുറത്തു നിന്നും സാലി മുഹമ്മദ്. കുത്തഴിഞ്ഞ കാലിക്കറ്റ് സർവകലാശാലയിലെ പരാതികളുമായി അക്കാഡമിക് സമൂഹം പിണറായിക്ക് മുന്നിലെത്തി. നവകേരള മാർച്ചിന്റെ ഭാഗമായി തേഞ്ഞിപ്പലം യൂണിവേഴ്സിറ്റി ക്യാമ്പസിലായിരുന്നു അക്കാഡമിക് സമൂഹവുമായി പിണറായി ആശയവിനിമയം നടത്തിയത്. കാലിക്കറ്റ് സർവകലാശാലയിലെ അധ്യാപകരും വിദ്യാർത്ഥികളും ജീവനക്കാരും അടങ്ങുന്നവരാണ് രാവിലെ പിണറായിയുമായി കൂടിക്കാഴ്ചയ്ക്കെത്തിയത്. സർവകലാശാല ക്യാമ്പസിലെ EMS ചെയറിലായിരുന്നു കൂടിക്കാഴ്ച. ഉന്നത വിദ്യാഭ്യാസത്തിനായി കൂടുതൽ തുകയും പദ്ധതിയും വേണമെന്ന് അധ്യാപക പ്രതിനിധികൾ അഭിപ്രായപ്പെട്ടു. സർവകലാശാലകൾ സ്വാശ്രയ കോഴ്സുകൾ നടത്തുന്നത് ഇല്ലാതാക്കണം. അഴിമതി വ്യാപകമായ കാലിക്കറ്റ് സർവകലാശാലയിൽ ഭരണം കുത്തഴിഞ്ഞ നിലയിലാണെന്നും ഇവർ പറഞ്ഞു. ഹോസ്റ്റലിലെയും ക്യാമ്പസിലെയും സുരക്ഷാ പ്രശ്നങ്ങളാണ് വിദ്യാർത്ഥിനികൾ മുന്നോട്ട് വച്ചത്. പരാതി പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് കണ്ടതോടെയാണ് കോടതി കയറാൻ തീരുമാനിച്ചതെന്നും വിദ്യാർത്ഥിനികൾ പറഞ്ഞു. യൂണിവേഴ്സിറ്റി യാതൊരു വിധത്തിലുള്ള നടപടി എടുക്കാതായപ്പോഴാണ് ഞങ്ങൾ കുറച്ചുപേർ ഒരു മാസ് പെറ്റീഷൻ എന്നുള്ള നിലക്ക് ഒപ്പുശേഖരണം നടത്തിയിട്ട് ഹൈക്കോടതി ജസ്റ്റിസ് ഗവർണർ എന്നിവർക്ക് ഞങ്ങളൊരു മാസ് പെറ്റീഷൻ അയച്ചിരുന്നത്. പക്ഷെ അത് MSF പോലുള്ള മറ്റ് വിദ്യാർത്ഥി സംഘടനകൾ ഞങ്ങളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് കേവലമായിട്ടുള്ള സംഘടനാ വിരോധം തീർക്കാൻ വേണ്ടി ഉപയോഗിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. ജീവനക്കാരുടെ പ്രശ്നങ്ങളും ഗവേഷക വിദ്യാർത്ഥികൾ നേരിടുന്ന ബുദ്ധിമുട്ടുകളും ചർച്ചയിൽ ഉയർന്നു വന്നു. സ്വാശ്രയ മേഖലയിൽ സാമൂഹ്യനീതിയും മെറിറ്റും ഉറപ്പുവരുത്തേണ്ട ബാധ്യത സർക്കാരിനാണെന്ന് പിണറായി വ്യക്തമാക്കി. സർവകലാശാലയുടെ നിലവാരം ഉയർത്താനാവശ്യമായ നടപടിയാണ് സർക്കാർ സ്വീകരിക്കേണ്ടതെന്നും പിണറായി പറഞ്ഞു. മലപ്പുറത്തു നിന്നും AK ലതീഷ്. ലോക ഫുട്ബോളറും ബ്രസീൽ ഇതിഹാസ താരവുമായിരുന്ന റൊണാൾഡിനോയുടെ സാന്നിധ്യത്തിൽ സെഡ് നാഗ്ജി ഫുട്ബോളിന് ഔദ്യോഗിക തുടക്കമായി. കോഴിക്കോട് കടപ്പുറത്ത് ആയിരക്കണക്കിന് ഫുട്ബോൾ ആരാധകരുടെ സാന്നിധ്യത്തിലാണ് ടൂർണമെന്റിന്റെ ബ്രാൻഡ് അംബാസിഡറായ റൊണാൾഡിനോ സെഡ് നാഗ്ജി ഇന്റർനാഷണൽ ക്ലബ് ഫുട്ബോളിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. ഫെബ്രുവരി 5 മുതൽ 21 വരെ കോഴിക്കോട് EMS കോർപ്പറേഷൻ സ്റ്റേഡിയത്തിലാണ് ടൂർണമെന്റ്.